90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമായി. അപ്പോൾ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്.
മീനാക്ഷി. അവിടെ മുകേഷ് അവിടെ നിന്നോട് ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത്, മീനോട്ടി ഇന്ന് വന്നോ? സത്യം സത്യം ഇല്ലേ മുകേഷേ? അല്ല, ഞാൻ ചോദിച്ചില്ല, പക്ഷെ എന്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ആരെയോ തേടുന്ന പോലെ കണ്ണുകള്, ആരെയോ തേടുന്ന പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു ആരെയാന്ന്. മീനോട്ടി വന്നോ? പിന്നെ ഞാൻ പോണോ അതോ ചോദ്യമുണ്ട്. എല്ലാരും കൂവാൻ റെഡി ആയിക്കോളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഭയങ്കരമായിട്ട് ബുദ്ധി ആവശ്യമുള്ളൊരു ഉള്ള ഒരാള് ബുദ്ധി ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ വേറെ ആരോ പറഞ്ഞു തന്നേക്കണ ചോദ്യമാണ് അല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ സ്വയം കണ്ടുപിടിച്ചതാ. സ്വയം കുഴിച്ചെടുത്താ വീട്ടിൽ വരുന്ന വഴി വളരെ കഷ്ടപ്പെട്ട് കുഴിച്ചെടുത്തതാ. കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു സ്ഥലത്തൂടെ ഒരു 5 ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു പോവായിരുന്നു. 5 സാധാരണ 5 ഉറുമ്പ് സാധാരണ 5 ഉറുമ്പുകൾ നടന്നു പോവുകയായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ ഉറുമ്പിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഉറുമ്പ് പറഞ്ഞു, എന്റെ പുറകില് 4 പേരുണ്ടെന്ന്. ഞാൻ കേട്ടിട്ടുള്ള. അയ്യോ, ഞാനും കേട്ടിട്ടുണ്ടോന്നൊരു കേട്ടിട്ടുള്ളവരൊന്നും മിണ്ടണ്ട. രണ്ടാമത്തെ ഉറുമ്പിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഉറുമ്പ് പറഞ്ഞു, എന്റെ പുറകില് 3 പേരുണ്ടെന്ന്. പക്ഷെ മൂന്നാമത്തെ ഉറുമ്പിന്റെ അടുത്ത് ചോദിച്ചപ്പോ ആ ഉറുമ്പ് പറഞ്ഞു അതിന്റെ പുറകില് 2 പേരുണ്ടെന്ന്. ഏറ്റവും അവസാനത്തെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവന്റെ പുറകില് 6 പേരുണ്ടെന്ന്. എന്തുകൊണ്ട്? അവസാനത്തെ ഉള്ള മുമ്പിലായിരുന്നു. അയ്യോ, പിന്നെ അല്ല, അവൻ പുറകിൽ തന്നെ ഇങ്ങനെ വരിയായിട്ട് നടക്കായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആളുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു അവന്റെ പുറകിൽ 5 പേരുണ്ടെന്ന്. എന്തുകൊണ്ട്? ആ ഉറുമ്പ് തിരിഞ്ഞു നിൽക്കായിരുന്നു. ഇല്ല, പിന്നെ അതൊന്നും അല്ല. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ അവസാനത്തെ ഉറുമ്പ് തന്നല്ലോ, അത് കള്ളം പറഞ്ഞതായിരിക്കും. ഉറുമ്പിന്റെ വാക്കൊക്കെ കേട്ടിട്ട് നമ്മൾ ഉറുമ്പ് കുഞ്ഞായതുകൊണ്ട് അത് കള്ളം പറഞ്ഞതായിരുന്നു. ഒരു വൻപിച്ച കൂവലോടെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവാണ്. വെൽക്കം ടു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. പാട്ടിന്റെ വെൺചിറകിലേറി പറക്കുന്ന കുട്ടിക്കുരുന്നുകളുടെ വാത്സല്യ നിറവിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. കുട്ടിക്കുറുമ്പുകൾക്ക് സ്നേഹ വാത്സല്യം പകർന്നു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ. മധുര സംഗീത വിരുന്നിൽ ചിരിയുടെ കിലുക്കം തീർക്കാൻ നമ്മുടെ സ്വന്തം മുകേഷ് അങ്കിൾ. വെൽക്കം മുകേഷ് അങ്കിൾ. പാട്ടിന്റെ പൊൻ വസന്തത്തിന് താളവൃന്ദമേകാൻ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിന്റെ സ്നേഹക്കൂട്ടിൽ അത്ഭുത നാദവിരുന്നൊരുക്കിയ നമ്മുടെ സ്വന്തം ദേവനന്ദ. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ദേവനന്ദക്കുട്ട, അടിപൊളി ഡ്രസ് ആണല്ലോ. താങ്ക് യു. ഒരു പ്രിൻസസിനെ പോലെ ഉണ്ട്. അടിപൊളിയായിട്ട് പാടണം കേട്ടോ. ഓക്കെ. പിന്നെ 90+ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലേ? ഡൗൺലോഡ് ചെയ്തു. ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. 90+ മൈ ട്യൂഷൻ ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പഠിപ്പിക്കുന്ന രീതിയായാലും ആനിമേഷൻ രീതിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പഠിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. MS കുട്ടി, യെസ്. എന്തുകൊണ്ട് ഇവിടെ കോറസ് പാടി തകർക്കുകയായിരുന്നല്ലോ കുറെ ദിവസമായിട്ട്? നല്ല ആറ്റിറ്റ്യൂഡാണ്. കാരണം മറ്റുള്ള സിംഗേഴ്സ് പാടുമ്പം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് എത്രയോ പാട്ടിന് കോറസ് പാടി. അതിന് ഞാൻ ഒരു നല്ല കൈഡിയ ആ മനസ്സിന്. ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഇന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ മഞ്ഞു പെയ്യും രാവിൽ. പെർഫോമൻസാ? യെസ്, പെർഫോമൻസ്. മുകേഷ് അങ്കിളേ, ആ, എനിക്കൊരു സംശയമുണ്ട്. കൊറേ നാളായിട്ടും അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. മുകേഷ് അങ്കിള് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഇന്ന് എനിക്ക് മുകേഷ് അങ്കിള് പറഞ്ഞേ തീരുള്ളൂ. പറയണം, ഓക്കെ? ഉറപ്പല്ലേ? But why the coefficient of the linear expansion is the position of the hemoglobin in the atmosphere? But why full many of a gem of pure serene lay underneath the unfathomed ocean unblossomed? But why Mukesh uncle? But why? ഇതൊരു അടാറായിട്ടും തന്നെ. But why? അതിനൊരു ഉത്തരവില്ല മോളെ. ഇല്ലേ?
കാര്യം നമുക്ക് ഉത്തരം മുട്ടുമ്പം ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോ ഇതിന്റെ ഷൂട്ടിങ് ഇത് നാട്ടുവിശേഷം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പോൾ അതിന്റെ ഡയറക്ടർ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ഒരു ഇംഗ്ലീഷ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വന്ന് ഇവരെ ഒന്ന് വരട്ടണം, അവർക്ക് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ഇത് ഫുൾമനിയെ ജം ഓഫ് പ്യൂറോസറിൻ ലേ അണ്ടർനീത് അൺഫാദംഡ് ഓഷൻ അൺബ്ലോസംഡ് ബട്ട് വൈ എന്നുള്ളത് എലിജി റിട്ടൺ ഇൻ ദ കൺട്രി ചേർച്ച്യാർഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോയമുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇത് ഒന്ന് അവിടെ ക്ലാസ്സിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അന്ന് ഹൃദയസ്ഥമാക്കി. അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞേക്കാം സമയത്ത് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഈ ദ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ ഇസ് ദ പൊസിഷൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ ഇൻ ദി അറ്റ്മോസ്ഫറിക് പ്രഷർ ഇൻ ദ കൺട്രി എന്നുള്ളത് അമർ അക്ബർ ആൻ്റണിയുടെ അന്ന് ഹിന്ദിയിൽ പടം ഇറങ്ങിയതിനകത്ത് അമിതാഭ് ബച്ചൻ പറയുന്ന ഡയലോഗാണ്. അപ്പോൾ അന്ന് അതും ഹൃദയസ്ഥമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് പറയുന്ന ഡയലോഗെല്ലാം അസിസ്റ്റന്റ് ഡയറക്ടർ എഴുതിയെടുക്കും. കാര്യം ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഫുൾ മനി ജമ്മപ്പ് യുറസറിയ ഞാൻ പറയാം അത് മാത്രം നീ എഴുതണ്ട, ഞാൻ പറഞ്ഞോളാം അത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ, മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. ഈരാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം പെയ്യും, ഈ മൗനം പോലും വാചാലം സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോപാകം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ. മാനത്തന്തി പൊന്നും തിങ്കൾ തിരിയോരോ നേടും താഴ്ത്തി, ചോലക്കൂട്ടിൽ നിലക്കുമൺ ഇലജന്നൽ വാതിൽ ചാരി. ഇനിയും ചായാത്ത പൂക്കൾ ഇനിയ മോഹങ്ങളോ, മനസ്സു പൂക്കുന്ന രാവിൽ കുളിരു കൂടുന്നുവോ. ആലോലം വീശും പൂന്തന്നൽ താരാട്ടും പാട്ടി താലോലം ചായ പ്രാരംഭി പൊന്നിഷ്ടം കൂടാ. മഞ്ഞു പെയ്യും രാവിൽ എൻ മനസ്സുണർന്നുവോ, കണ്ണും കണ്ണും തേടും എൻ കനവുണർന്നുവോ. ഈരാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം പെയ്യും, ഈ മൗനം പോലും വാചാലം സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോപാങ്കം. മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ, കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ.
കടലിൽ മാറിത്തേരി ശുഭരാത്രി സന്ദേശങ്ങൾ കുളിരു കുത്തുന്ന കൊമ്പിൽ ഇനി നമുക്കുള്ളതോ പുതിയ രോമാഞ്ചമെല്ലാം പുലരി തേടുന്നുവോ ഈ മോഹത്തോട്ടിൽ ഈ കാറ്റിൽ ഈ ആകച്ചാറ്റിൽ ഒന്നിണം ചേരാം ഒന്നാകാം ഒന്നിഷ്ടം കൂടാം മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ ഈ രാവും ഞാനും നിൻ മുന്നിൽ ശൃംഗാരം പെയ്യും ഈ മൗനം പോലും വാചാലം സല്ലാപത്തോറ്റം ആനന്ദം ചോരും പൂമഞ്ചം ഈ ശയ്യാമഞ്ചം ആവേശം ചേരും ഉന്മാദം എന്നങ്കോപാംഗം മഞ്ഞു പെയ്യും രാവിൽ ഈ മനസ്സുറങ്ങിയോ കണ്ണും കണ്ണും തേടും എൻ കനവുറങ്ങിയോ MS. യെസ് സർ. ഞാൻ MSG എന്ന് വിളിക്കാൻ തോന്നുന്നു. കാരണം യു ആർ ടു പ്രൊഫഷണൽ. Thank you, sir. പറയാതിരിക്കാൻ താങ്ക് യു സോ മച്ച് സർ. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് ശ്രുതി പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് തോന്നിയ ഒരു സ്ഥലമുണ്ട്. അത് പക്ഷെ എനിക്കാണ് തെറ്റിപ്പോയത്, സത്യം. അതായത് ഈ മോഹക്കൂട്ടിൽ കാറ്റിൽ യാഗച്ചാറ്റിൽ അവിടെ ഒരു ഓഫ് നോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് അയ്യോ അത് തെറ്റിപ്പോയല്ലോ എന്ന്. പക്ഷെ എനിക്കാണ് തെറ്റിപ്പോയത്. അത് രണ്ടും ഒന്ന് പാടാവും. ആലോലം വീശും പൂന്തന്നൽ താരാട്ടും പാട്ടിൽ താലോലം ചായാം പ്രാരംഭിൽ പൊന്നിഷ്ടം കൂടാം പ്രാരംഭിൽ. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അയ്യോ അവിടെ മോക്ക് തെറ്റിപ്പോയതാണെന്ന് വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ആയിരുന്നു. ബട്ട് യു ആർ ടു പ്രൊഫഷണൽ. പറയാതിരിക്കാം. താങ്ക് യു സർ. കാരണം അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. എത്ര ദിവസം പഠിച്ചു പാട്ട്? 5 ദിവസം. 5 ദിവസമെങ്കിലും പഠിക്കേണ്ടി വരും. കാരണം ഇത് ഇത്രയും നന്നായിട്ട് പാടണമെങ്കിൽ 5 ദിവസം ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. തുടക്കത്തിൽ നമ്മളിങ്ങനെ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നല്ലോ എന്നൊരു വിഷമം. പക്ഷെ ഇപ്പം നമുക്ക് പറയേണ്ടി വരുന്നത് നിങ്ങൾ പാടുന്നതിൻ്റെ വലിയ ഒരു ഹൈറ്റ് വെച്ചിട്ടാണ് മോളെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും. ബട്ട് ഒരു 95 എബവ് യു ആർ ടു പ്രൊഫഷണൽ. താങ്ക് യു സർ. കീപ് ഇറ്റ് അപ്പ്. നന്നായിരിക്കും. താങ്ക് യു സോ മച്ച്. മോളു, യെസ് സർ. എനിക്ക് പറഞ്ഞ എല്ലാത്തിനോടും യോജിപ്പുണ്ട്. എനിക്ക് ആകെ തോന്നിയത് സ്റ്റെക്കാറ്റോ സിംഗിങ് ആണ് ഇതിൽ കൂടുതലുള്ളത്. സ്റ്റെക്കാറ്റോ സിംഗിങ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ഉണ്ടാവില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഈ സസ്റ്റെയിൻ ഇല്ലാത്ത നോട്ട്സ് ടച്ച് ചെയ്യുമ്പം തെറ്റിയാ തെറ്റി, പിന്നെ അത് പിടിച്ചു നിന്ന് ശ്രുതി ചേർക്കാനുള്ള സമയമൊന്നുമില്ല. മോളുടെ കാര്യത്തിൽ ഏറ്റവും നന്നായെന്ന് വെച്ചാൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ മോള് ടച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ടാണ് കൂടുതൽ സ്ഥലത്തും ടച്ച് ചെയ്തത്. വിച്ച് ഇസ് വെരി ഗുഡ്, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സോ മച്ച് സർ. പക്ഷേ അത് ഡിഫിക്കൽട്ടാണ്. അത് മോള് സിമ്പിളായിട്ട് ചെയ്തു. സസ്റ്റെയിൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ മോൾ അറിയാതെ കുറച്ച് ഇറങ്ങി പോകുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള സംഭവമാണ് മോൾക്ക് ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റേതാണ് ഡിഫിക്കൾട്ട്, അത് മോള് ചെയ്തു. അപ്പോൾ ഈ സിമ്പിളായിട്ട് ലോങ് നോട്ട്സ് വരുന്നിടത്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് മോള് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മോള് പോകുന്ന രീതി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നല്ല ശ്രുതിബോധമുള്ള നല്ല ജ്ഞാനസ്ഥയായ കുട്ടിയാണ് ദേവനന്ദ. അത് നമുക്ക് ഓഡീഷന് വന്നപ്പോൾ തന്നെ മനസ്സിലായി. എനിക്കും ഇത് വളരെ മോള് പാടിയത് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ മൈന്യൂട്ടായിട്ടുള്ള ശ്രുതി പ്രോബ്ലംസ് ആണ്. അനുപല്ലവി ഫസ്റ്റ് ലൈനിലെ തിരി ഓരോന്നേഴും താഴ്ത്തി എന്നുള്ളിടത്തും, പിന്നെ ചരണത്തിൽ കുളിര് കുത്തുന്ന കുമ്പിൾ ആ ഭാഗത്തും ചെറിയ മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നങ്ങൾ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോളിന്ന് പാടി. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മോളെ ദേവനന്ദ, യെസ് സർ. മോളിവിടെ ആദ്യം വന്നു. മോളുടെ സംസാരം, മോള് എൻ്റെ ഡയലോഗ് ഹൃദിസ്ഥമാക്കി പറഞ്ഞു. അതെല്ലാം തന്നെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു എക്സ്പ്രഷനാണ്. അത് പാട്ടിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ചില ആൾക്കാർ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കാണിക്കും. ഗാനമേളയ്ക്ക് തന്നെ ഇപ്പോൾ പാട്ട് പാടുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് കുറയ്ക്കൂ, കുറച്ച് കരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പോരാ എന്ന് പറഞ്ഞാൽ പോയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ സിങ്ക് ആവണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പാട്ടിന് പ്രത്യേകിച്ചും ടൈമിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം മ്യൂസിക് ഇല്ലാതെ
ആദ്യത്തെ 2 വരികൾ പാടുക എന്ന് പറയുന്നത് അപാരമായ ടൈമിംഗ് വേണം. ഇപ്പം നമ്മൾ ഞാനൊരു ആക്ടറാണ്. ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൂഡിലും നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അതിന് ടൈമിംഗ് വേണം. ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമ, മമ്മൂക്കയുടെ റോള് ക്രോണിക് ബാച്ചിലർ, പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമല്ല. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. എൻ്റെ കസിനാണ് മമ്മൂക്ക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു എയർ ട്രാവൽസിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ ഇരിക്കുന്ന ഒരു വളരെ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ബാക്കിലിരിപ്പുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അടുത്ത് ഞാൻ പറയും, എനിക്ക് ടിക്കറ്റ് വേണം, അതിന് വേണ്ടി വന്നതാണ്. അപ്പം പെൺകുട്ടി പറയും, മമ്മൂക്കയെ നോക്കിയിട്ട് പറയും, അതാരാ എന്ന് ചോദിക്കും. അതെൻ്റെ കസിനാണ് എന്ന് പറയുമ്പം പെൺകുട്ടി പറയും, വെരി ഹാൻസം. അപ്പം ഞാൻ പറയും, അടിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല, ഇയാളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പം ഞാൻ ആ ഡയലോഗ് പറഞ്ഞപ്പം അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചു. അപ്പോൾ ഡയറക്ടർ എൻ്റെ ചെവി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ മതി, അത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് നമ്മളത് പറഞ്ഞു. 2 പ്രാവശ്യം കൂടെ എടുത്തിട്ടും ശരിയാവുന്നില്ല. അപ്പം ഡയറക്ടർ പറഞ്ഞു, ആ ഒരു ചെറിയ ചിരി നമുക്ക് സിനിമയിൽ വേണ്ടെന്ന് വെക്കാം, പക്ഷേ നമുക്ക് സമയമില്ല, നമുക്ക് എടുക്കാം. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ആ ടൈമിങ് തിരിച്ച് വരണേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൽ ടേക്ക് എടുത്തു. അടിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല, വീടെവിടെ ഒന്നിച്ചാ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലേ അതിനകത്ത് ഹ്യൂമറുള്ളൂ. അത് നിർത്തിയിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വീണ്ടും ചിരിച്ചു. അപ്പോൾ അതാണ് ടൈമിങ്ങിൻ്റെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ, ഏകാഗ്രതയിലൂടെ, ഭയങ്കരമായ ശ്രദ്ധയിലൂടെയൊക്കെ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ് ടൈമിംഗ്. ടൈമിംഗ് ആണ് ഈസ് ഈക്വൽ ടു ഇമ്പം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവനന്ദ കുട്ടി, യെസ് സർ. so we are giving you today a extreme. Thank you so much sir. Thank you so much. So congratulations MS, you are awarded A extreme. Thank you sir. ആടി മക്കളെ, ഒരു MS പൂക്കുറ്റി. Thank you sir. Thank you so much sir. Bye. All the best. Bye. ഉറപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കേട്ട് ഇതുപോലെ ഇനിയും കസ്റ്റഡിയിലുണ്ടോ? കസ്റ്റഡിയില്ല. എന്ന് ഞാൻ വെറുതെ ചോദിച്ചാണ്, ഒരു ആകാംക്ഷമുണ്ട്, എന്നോട് ചോദിക്കാനല്ല. അപ്പൊ എനിവേ എക്സ്ട്രീം ഒക്കെ കിട്ടി, ഹാപ്പി ആണെന്നറിയാം. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനിയും നല്ല പെർഫോമൻസുകൾ ദേവനന്ദ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ സ്വന്തം പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് തരാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കേദാർനാഥ് ഒരൊറ്റ പാട്ടിലൂടെ പ്രേക്ഷക മനം കീഴടക്കിയ നമ്മുടെ സ്വന്തം കേദാർനാഥിനെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നിവിടെ കൊണ്ടുവരികയാണ്. വെൽക്കം കേദാർനാഥ് ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ നല്ല ഹലോ. ഹലോ എന്ന് പറ. കേദാർനാഥ് കേട്ട് കഴിഞ്ഞാൽ വലിയ പേരാണ്. ഇത് വളരെ കൊച്ചു കുഞ്ഞാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആരാണ്, എന്താണ്, നമ്മുടെ ഇതിനകത്തുള്ളതാണോ എന്നൊക്കെ ഒരു സംശയം തോന്നും. ഇത് യൂട്യൂബിൽ വളരെയധികം വൈറലായ ഒരു കൊച്ചു കുഞ്ഞാണ്. ഇത് പാടിയ ഉടനെ തന്നെ ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ കമൻ്റ് ഇട്ടു, വെരി ഗുഡ്, സൂപ്പർ. അതിനുശേഷം എനിക്ക് ഡെയിലി ഒരു 10-15 പേര് ഈ കുട്ടിയുടെ പാട്ട് എൻ്റെ വാട്സപ്പിലിടും. ഞാൻ അതിനെല്ലാം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്നിടും. പക്ഷേ ഇന്ന് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മോൻ ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് എ സർപ്രൈസ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പാദങ്ങൾ പുണരുന്ന ശൃംഗാരനൂപുരവും കയ്യിൽ കിലുങ്ങും പൊൻവലത്താരിയും പാദങ്ങൾ പുണരുന്ന ശൃംഗാരനൂപുരവും കയ്യിൽ കിലുങ്ങും പൊൻവലത്താരിയും വേലിക്കുരുങ്ങുവാനിൻ കിനാവിൻ വേലിക്കുരുങ്ങുവാനിൻ കിനാവിൻ അനുവാദം തേടുകയായി എൻ ആത്മാവിനെ എന്നെ തേടുകയായി. ഹലോ കേദാർനാഥ്. ഹലോ.
പാട്ട് ഉഗ്രനായിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇത് എല്ലായിടത്തും എല്ലാരും കണ്ടു കഴിഞ്ഞു. ഈ പാട്ട് കേട്ടിട്ട് ആൾക്കാരൊക്കെ എന്താ പറഞ്ഞത് മോന്റെ അടുത്ത്? നല്ല ഭംഗിയുണ്ട്, ഇനിയും ഇങ്ങനെ പാട്ട് പഠിക്കണം, നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സൂപ്പർ ആയിട്ടുണ്ട്, ശരിയാണ്, വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും പാട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ തന്നെ അച്ഛനോട് അമ്മയടുത്തും പറയണം, എന്നെ വേഗം തന്നെ പാട്ട് പഠിപ്പിക്കാൻ ചേർക്കണം എന്ന് പറയണം. ഓക്കെ? ഓക്കെ. മോൻ ഓർമ്മയുണ്ടോ പാടിയ പാട്ട് ഏതാന്ന്? ഓർക്കുന്നുണ്ടോ വാവ ഏത് പാട്ടാ പാടിയെന്ന്? പാടങ്ങൾ പോന്നിരുന്ന അതൊന്ന് പാടിത്തരോ? കണ്ടു ഞാൻ മിഴികളിൽ ആരൂലമമ്മിയ ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാരമമ്മിൻ നൊമ്പരം, ഓ ഗോപുരപ്പൊൻകോടിൽ അമ്പലപ്രാവിൻ മനം പാടുന്നതാരാധന നന്ദം പോലെ കേട്ടു ഞാൻ മൊഴികളെ ആലോലമമ്മിൻ ഹൃദയം, ഓ. ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചത് മോനെ? അമ്മ പഠിപ്പിച്ചതാ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ പാട്ട് പാടുവോ? പഠിപ്പിച്ചു തരും പാട്ട് പാടിയിട്ട്. ആ, ഓ ഓക്കെ ഓക്കെ. ഞാൻ ഉറങ്ങുമ്പോഴേ അമ്മ പാട്ട് വെച്ചുതരും, അപ്പൊ അത് കേട്ട് വരയ്ക്കുന്നത്. ഓ ഓക്കെ, അത് ശരി. അച്ഛൻ പാട്ട് പാടുവോ? ഇടയ്ക്കിടയ്ക്കൊക്കെ. അത് ശരി. മോന്റെ നാട് എവിടെയാ? ശരി, കാലിക്കറ്റ് ആണ് ശരിക്കും. ഓ ഈ കാലിക്കറ്റ് ഒരു രക്ഷയില്ലല്ലോ. പക്ഷെ വീട്ടിരിക്കുന്ന സ്ഥലം എവിടെയാന്ന് അറിയില്ല. അത് കുഴപ്പമില്ല. വീടിരിക്കുന്ന സ്ഥലം നമുക്ക് കാലിക്കറ്റ് എന്ന് പറഞ്ഞാ- കൂളിംഗ് ഗ്ലാസ് മേടിച്ചു തന്നത്. കൂളിംഗ് ഗ്ലാസ് ഉള്ളത് പവർ ഗ്ലാസ്സാ. അത് ശരി. നല്ല കളറായിരിക്കും. -3 എന്റെ അമ്മേ. മോനെ ഉഗ്രനായിരുന്നു പാടിയത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം അല്ലേ മുകേഷേ? നമുക്ക് അടുത്ത സീസണിൽ എടുക്കാം അല്ലേ? അടുത്ത സീസണിൽ ഇവിടെ വരുമോ? അതായത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 3 അതില് മോൻ ഇവിടെ വരണം. എന്തായാലും സെലക്ഷൻ കിട്ടും. വേറൊരു പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അതേതാ? പഠിക്കാൻ പോകുന്നുണ്ട്. ക്യാരിയത്ത് പൂച്ചോ, ഹിന്ദി പാട്ടാ. ഓ പഠിച്ചു തുടങ്ങിയോ? ओ कैरियत पूछो कभी तो कैफियत पूछो तुम्हारे बिन दीवाने का क्या हाल है. സൂപ്പർ. സൂപ്പർ. മോനെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാന്നറിയോ? നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മോനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ ഇതുപോലത്തെ വലിയൊരു ടോപ്പ് സിംഗറിൽ വന്ന് കാണാൻ അവർക്ക് ആഗ്രഹം കാണും. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവിടുത്തെ എല്ലാവരും കൂടെ ചേർത്ത് മോനെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും ഈ പാട്ട് പാടിയത് ഇപ്പം ഇത്രയും ചെറിയ വയസ്സിൽ മോന് വളരെ വൈറലായിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഒരിക്കലും മോൻ വിട്ടുകൊടുക്കരുത്, പാട്ട് പഠിച്ചോണം. ആരും എന്ന് പറയുകയാണ് മോനെ സൂപ്പറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ പറയണം താങ്ക് യു അങ്കിൾ എന്ന് പറയാം. എന്നിട്ട് പാട്ട് കിടന്നുറങ്ങുമ്പോൾ സുന്ദരമായിട്ട് പഠിച്ച് അധ്വാനിച്ച് മുമ്പോട്ട് വരിക. ഓക്കെ, അടിയൊരു കേദാർ പൂക്കുറ്റി. ഗാനാലാപനത്തിന്റെ അഴക് വിരിഞ്ഞ സുന്ദര സ്വരസന്ധിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും മേഘ്ന കുട്ടി എത്തുന്നു. വെൽക്കം മേഘ്ന ഓൺ സ്റ്റേജ്. മേഘ്ന കുട്ടാ, പാട്ട് പാടാൻ പോണ്ടേ? ഇത് ആരോ ഒരു പുതിയ ഫ്രണ്ട് ഒക്കെ എന്നെ പരിചയപ്പെടുത്തി തരുമോ? എന്താ കുട്ടിയുടെ പേര്? ബങ്കി. ബങ്കിനെയും കൊണ്ടാണോ പാട്ട് പാടാൻ പോകുന്നത്? ആണോ? എന്നെ ഓടിച്ചെല്ല്, പാട്ട് പാടാനായി. ഓടി ഓട് ഓട് ഓട്. ആരായി പറഞ്ഞേ? കയ്യിലാര കൊരങ്ങനോ? ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കൊരങ്ങനാണോ? ആണോ? ഹലോ കിങ്ങിണി, ഏത് പാട്ട്? കണിക്കാണും നേരം. കണ്ണിക്കണ്ടും നേരമാണോ?
പിന്നെന്തിനാ ഈ കൊരങ്ങനെ തൂക്കിയിട്ടുണ്ടെന്ന്? ഞാൻ വിചാരിച്ചു ശ്രീരാമന്റെ പാട്ടായിരിക്കും എന്ന്. ഒരു രസവും ചോറിനും വേണ്ടി. ചൂടിന് വേണ്ടിയാണ് അവള് കൊരങ്ങനെയൊക്കെ തൂക്കി വന്നിരിക്കുന്നത്. രസവും ചൂടാണോ ചോറെന്നാണോ പറഞ്ഞത്? ചൂട്. അല്ല, ഞാൻ വിചാരിച്ചുണ്ടല്ലോ ചാടിക്കളിക്കടാ കൊച്ചിരാമ എന്നുള്ള പാട്ടാ പാടാൻ. ഇതിന്റെ പേരെന്താ? ബങ്കി. ഓ ബങ്കി. ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങാം. റെഡി? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. കണി കാണും നേരം കമലനേത്രന്റെ നിറമീടും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിനെ വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രന്റെ നിറമീടും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിനെ വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മലർമാനിൻ കാന്തൻ വസുദേവാത്മജ് പുലർക്കാലേ പാടി കുഴലൂരി ചിലുചീലേ നിന്നു കിലുങ്ങും കാജന ചിലമീട്ടോടിവ കണി കാണാ. മലർമാനിൻ കാന്തൻ വസുദേവാത്മജ് പുലർക്കാലേ പാടി കുഴലൂരി ചിലുചീലേ നിന്നു കിലുങ്ങും കാഞ്ചന ചിലമീട്ടോടിവ കണി കാണാ. ശിശുക്കളായുള്ള സഖിമാനും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശകുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാനും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശകുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാരിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വന്ന കണി കാണാൻ. എതിരേ ഗോവിന്ദൻ അരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാണാൻ. കണി കാണും നേരം കമലനേത്രന്റെ നിറമീറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിനെ വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മുളൂട്ടി, ഓ എന്താ ഇത്? ഒരു രാഗമാലിക ഒറ്റയ്ക്ക് നിന്ന് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ഇടയ്ക്ക് താളമൊക്കെ പോകുന്നുണ്ട്, ചില സംഗതികളൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ പോട്ടെ. അങ്ങനെ തന്നെയാണ് സംഗതി. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ തിരിച്ചെടുത്തു, സോറി കേട്ടോ. ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണ്, ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. ഇത്രയും രാഗമാലിയൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കഴിവ് വേണമല്ലോ. ഇത് എവിടുന്ന് കിട്ടി? ഇതൊക്കെ ടഫ് പാട്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ്റെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പഠിപ്പിച്ചു. ആണോ? പഠിപ്പിച്ച അപ്പൊ അച്ഛന് നന്നായിട്ട് അറിയാല്ലേ പാട്ട്? അച്ഛനും എനിക്കും. അച്ഛൻ ആദ്യം, പിന്നെ മോള്. MG അങ്കിൾ അറിയില്ല. അതെ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് കേട്ടപ്പോ തോന്നിയ കുറച്ച് താളം പോയി, ബാക്കി ഇതെല്ലാം കുറച്ച് സംഗതികളൊക്കെ പോയി എന്ന് തോന്നി. അച്ഛന് കറക്റ്റായിട്ട് അറിയാം, മോക്കും അറിയാം. എങ്കിലും ഈ രാഗമാലിക ഇത് ഇത്രയും പാടണമല്ലോ ഓർത്ത് വെച്ച്
രാഗം ഏതാണ് എന്ന് പോലും, ഏത് രാഗമാണ് 1, 2, 3, 4 സ്റ്റാൻസുകളിൽ പാടിയിരിക്കുന്നത് എന്ന് പോലും അറിയാതെ പാടിയതിനാണ് ഞാനൊരു വലിയ കൈയടി തരുന്നത്. അതാണ് കാരണം ഈ പ്രായത്തിൽ ഈ ഒരു പാട്ട് എടുത്ത് പാടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുണ്ട്. കാരണം മലർമാതിൻ കാന്തൻ അതൊന്ന് പാടിക്കേ. മലർമാന്തിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി പാടിക്കോ കിലുങ്ങും കാഞ്ചന ചിലമീട്ടോടിവാ കണി കാണാ. എനിക്ക് തോന്നുന്നു നേരത്തെ പാടിയതിലും ഒരു ഭംഗി എനിക്കിപ്പോ തോന്നുന്നു. അവിടെ നിപ്പുണ്ടോ കൃഷ്ണ? ഇവിടെ എവിടെയെങ്കിലും പുറകിലുണ്ടോന്ന് നോക്കിയേ. എന്റെ പുറകില് കണ്ടോ? മീനു ചേച്ചിയുടെ പുറകില്, മീനുട്ടിയുടെ പുറകിൽ നിപ്പുണ്ട് കൃഷ്ണൻ. അവിടെ പോയി നോക്ക്. ഉണ്ടോ? അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്കിള് കൃഷ്ണനെ കണ്ടു കേട്ടോ. ദേ നിൽക്കുന്നു. സൂപ്പർ മോളെ, സൂപ്പർ. എനിക്ക് പക്ഷെ കാണിക്കാൻ പറ്റിയില്ല എന്റെ മുദ്രകള്. അല്ല, മുദ്രകള് നമ്മള് ഒരെണ്ണം നല്ലപോലെ കാണിച്ചു. വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ട്. മുദ്രകളല്ല, അയ്യോ അതൊന്നും മുദ്രകളല്ല. അത് മുദ്രയല്ലായിരുന്നോ? അതെന്തായിരുന്നു? അത് വരും ആക്ഷൻ. എന്നാ ഇപ്പൊ ഒരു മുദ്രകൾ കാണിച്ച എന്തെങ്കിലും തീർത്തും. പത്താക്കസ് തിരിപത്താക്കോ അർത്ഥപത്താക്കസ് കർത്തരി മുഹ മയൂരാശു അർത്ഥചന്ദ്രശ്യ അറാല ശുകട്ടുണ്ടഹ മുഷ്ടിഷ്യ ശിഖരാശ്യ കപീട്ട കടകാമുഹ 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 സൂക്ഷി ചന്ദ്രകല പദ്മഭൂഷ ശർവശീഷ സിംഹമുഹ. ഇതേ ചില്ലറക്കാരിയൊന്നും അല്ല മോളെ. ആദ്യത്തെ എന്താണ്? പത്താക്ക. രണ്ടാമത് തിരിപത്താക്കു. മൂന്നാമത് അർത്ഥപത്താക്കസ്. നാലാമത് കർത്തരി മുഹ. ഇത്രയും കാണിച്ചാ മതി മീനുട്ടി. വലിയ സിനിമയിലെ അഭിനേത്രിയാണല്ലോ. അതെ, അവിടെ ഇതൊന്നും പഠിപ്പിച്ചു തരുമൊന്നുമില്ല. ഇത് എനിക്ക് പണ്ട് എനിക്കൊരു പണ്ട് കേട്ടോ ഈ ഡാൻസ് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ചില ഡാൻസ്മാരൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ വിളിച്ചിട്ട് പഠിപ്പിക്കും. മേഘനക്കുട്ടി പാടി തുടങ്ങിയപ്പം എന്തെങ്കിലും മുദ്രകൾ മാറിപ്പോയിരുന്നോ? ഇല്ല. ഇതുപോലൊക്കെ തന്നെയാണോ മുദ്ര കാണിക്കണമെന്ന് വിചാരിച്ചത്? എല്ലാം കറക്റ്റ് ആയിരുന്നു. സാധാരണ ലോകത്തുള്ള ഏതൊരാളും ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മോള് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. മേഘനക്കുട്ടി എന്തായാലും ഉഗ്രനായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനും. കൂടുതലും കണ്ടോണ്ടിരിക്കാനാണ് രസം. ഭംഗി എന്തു പറഞ്ഞു? ഒന്നും പറയാൻ പറ്റൂലല്ലോ. ആണോ? ഓ, പിന്നെ കൂടെ കൊണ്ടു നടക്കണേ എന്തിനാ? അത് ചുമ്മാ ഭക്ഷണം കൊടുക്കണേ എന്തിനാ? പിന്നെ ഭക്ഷണം കൊടുക്കുന്ന വളരെ വലിയ കൈയിരിക്കുന്നുണ്ടല്ലോ. ഓ, വളരുന്നുണ്ടോ അപ്പൊ? ഇത് കുഞ്ഞു കൈയായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിരുന്നു മേഘനക്കുട്ടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. ഞങ്ങൾക്കൊക്കെ ഒരു വിരുന്നായിരുന്നു. ശരിക്കും വിശക്കുമ്പം എന്തോ വെണ്ണ ഇങ്ങനെ വായിലോട്ട് വെച്ചില്ലേ, അതേപോലെ ആയിരുന്നു. അതാണ് അങ്കിള് പറഞ്ഞ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ മോള് തിരിഞ്ഞു കിടന്ന് നോക്കിയില്ലേ? കൃഷ്ണൻ പ്രത്യക്ഷപ്പെടും മോളുടെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കൃഷ്ണന്റെ ഒരു ഈ പ്രത്യക്ഷപ്പെടും എന്ന് പറയുമ്പോൾ മോൾ വിചാരിക്കും ചിലപ്പോൾ കൃഷ്ണനൊന്നും പ്രത്യക്ഷപ്പെടത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ പ്രത്യക്ഷപ്പെട്ട ചരിത്രമുണ്ട്. ഒരു ചെറിയ കഥ അങ്കിള് പറഞ്ഞുതരാം കേട്ടോ. എപ്പോഴും കൃഷ്ണ ഭഗവാനെ പറ്റി എഴുതുന്ന ഒരാളായിരുന്നു ജയദേവ കവി. ജയദേവൻ ഒരുപാട് നൂറ്റാണ്ട് മുമ്പുള്ളതാണ്. എപ്പോഴും കൃഷ്ണ സ്തോത്രങ്ങളും സ്തുതികളുമാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പത്മാവതി. ഒരു ദിവസം കൃഷ്ണനെ പറ്റി ഒരു കവിത എഴുതിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. കുറേ പ്രാവശ്യം ഈ ജയദേവ കവി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഊണില്ല, ഉറക്കമില്ല, ഭയങ്കരമായ വിഷമം. ആ അവസാന ഭാഗം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ച് ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും കയറി വന്നു. എന്നിട്ട് എഴുതിയിട്ട് വീണ്ടും പുറത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും ജയദേവ കവി വന്നിട്ട് ഭാര്യയെടുത്ത് പറഞ്ഞു,
എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഹേയ്, നിങ്ങളല്ലേ പൂർത്തീകരിച്ച് എന്നെ വായിച്ച് കേൾപ്പിച്ച് ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ ജയദേവ കവി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇതുവരെയായിട്ടും പൂർത്തീകരിച്ചില്ല. കുറച്ച് മുമ്പ് ഇവിടെ പൂർത്തീകരിച്ച് നിങ്ങൾ എന്നെ വായിച്ച് കേൾപ്പിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്ന് വായിച്ച് നോക്കെന്ന് പറഞ്ഞപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനർത്ഥം കഴിഞ്ഞ പ്രാവശ്യം വന്നത് കൃഷ്ണഭഗവാൻ തന്നെ ആയിരുന്നു. കുറച്ചും കൂടെ അങ്ങനെ അങ്ങ് ലയിച്ച് പാടിക്കഴിഞ്ഞാൽ കൃഷ്ണഭഗവാൻ ഇങ്ങനെ തൊണ്ടയുടെ അടുത്ത് വന്നിട്ട് അല്ല, എന്തെങ്കിലും ഒന്ന് മറന്നു പോവുകയോ എന്തെങ്കിലും ഒരു ഇപ്പം ഇങ്ങനെ ടൈമിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃഷ്ണഭഗവാൻ വന്ന് തൊണ്ടയുടെ അടുത്ത് ഇങ്ങനെ തടവി റെഡിയാക്കി വിട്ടു. അങ്ങനെയുണ്ട്. ഓക്കെ, ഗുഡ് ലക്ക്. അപ്പൊ മേഘനക്കുട്ടി നന്നായിട്ടൊക്കെ പാടി. ഇന്ന് ഇത് ഒത്തിരി ടഫായിട്ടുള്ളതാണ് കൊച്ചു പിള്ളേർക്ക്. രാഗമാലികയാണ്, ഓരോ സ്റ്റാൻസയും ഓരോ രാഗത്തിലാണ്. പക്ഷെ രാഗമാലിക എല്ലാം കറക്റ്റ് ആയിട്ട് പാടിയതിന്റെ പേരിൽ ഒരു വൗ എക്സ്ട്രാ തരാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു എനിക്ക് ഗോൾഡൻ ക്രൗൺ ഞാൻ വിചാരിച്ചു. ഗോൾഡൻ ക്രൗൺ തരാം. അടുത്ത തവണ നന്നായിട്ട് പാടുമ്പോ അങ്കിൾമാര് തരും. ഓക്കെ, ഇന്നിപ്പോ തൽക്കാലം മോൾക്ക് കിട്ടാൻ പോകുന്നത് So, congratulations, you are awarded a triple wow. 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 മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞം എന്താണ്? ഫ്രഞ്ച് ഫ്രൈസ്. ആടി ഒരു ഫ്രഞ്ച് ഫ്രൈസ് പൂക്കുറ്റി. എന്ത് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാന്നറിയോ? ഈ ഡാൻസ് കാരെ പഠിപ്പിച്ചു തന്നെ, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കണം കാരം പറഞ്ഞേ. അമ്മേ പറഞ്ഞു ഇത് എനിക്ക് തന്നിട്ട് പോകൂ, എനിക്ക് തരുമോ? ഇത് വേണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഇത് വീട്ടിൽ നിന്ന് മേഘനക്കുട്ടിയെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് കൊണ്ടുപോകും. അടുത്ത പ്രാവശ്യം മിടിക്കായിട്ട് പാടണം. ദീപുകളെ, നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ വേറെ ആരുമല്ല, ദേവനന്ദ MS. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ദേവനന്ദയ്ക്ക് GRB നെയ് നൽകുന്ന ഒരു സമ്മാനം, ഒപ്പം GFO കേരശുദ്ധി നൽകുന്ന ഒരു സമ്മാനം. ഇന്നത്തെ എപ്പിസോഡോടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ടാറ്റാ.